ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൾ ആസാമിലത്തെ ആളാണെങ്കിൽ ആൾക്ക് മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ആൻറ്റീൻ്റെ മുകളിലുള്ള ആ മുറിയിലായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുള്ളത്. അവിടെ ഫോണ് ചാരി വെച്ചിട്ടായിരുന്നു ഞാൻ പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നത്. എനിക്ക് വേണ്ടിയിട്ട് നിത്യേച്ചിയാണ് ഉണ്ടാക്കിയത്, കോട്ടയം സ്പെഷ്യൽ. ഞാൻ കുറേ കാലമായി ഇവിടെ ഇല്ലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഇന്ന് വന്നതേ ഉള്ളൂ എന്നുള്ള ഫീലില്ല. എന്തോ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വരുന്നപ്പോൾ ഒരു മൈൻഡ് ഓക്കെ അല്ലാത്ത പോലെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. ഞാനിപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് വിളിച്ചത് പെട്ടെന്ന് ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഒരു ശനിയാഴ്ച ഞാനിവിടെ നിന്ന് ബസ് കയറി ശരി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. എന്നിട്ട് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു. സൺഡേ ആയിരുന്നു ഇൻ്റർവ്യൂ. മൺഡേ എന്നോട് ജോയിൻ ചെയ്യാനും പറഞ്ഞു. എനിക്ക് ഇവിടെ വന്നിട്ട് എൻ്റെ സാധനങ്ങളൊന്നും എടുക്കാൻ ഗ്യാപ്പ് കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 8 മാസമായി ഞാൻ അവിടെ ജോലി ചെയ്തിട്ട്. ആ 8 മാസത്തിൽ എനിക്ക് ഇപ്പോൾ ആണ് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ എടുക്കാനൊരു സമയം കിട്ടുന്നത്. അപ്പോൾ ഇന്നലെ പെട്ടെന്ന് ബസ് കയറി ഞാൻ വന്നതാണ്. രാവിലെ ഏകദേശം ഒരു 5:15 ആകുമ്പോൾ ഞാൻ തമ്പാനൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിക്ക് ഞാൻ ഹോസ്റ്റലിലെത്തി. ഇപ്പോൾ സമയം ഏകദേശം 9:30 ആയി. 9 മണിക്ക് ഞാൻ എണീറ്റു. ഇന്നിപ്പം റംസാൻ ആയതുകൊണ്ട് ഓഫീസില്ലാത്തതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉറങ്ങി എണീക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അവർക്കും വർക്കൊന്നുമില്ല. ഇവിടെ ഒത്തിരി പേരൊന്നും ഇല്ല കേട്ടോ. കാരണം ഇത് ഇവിടുത്തെ ഓഫീസിൽ CECൻ്റെ ഓഫീസിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ വർക്ക് ചെയ്യുന്നത് ഇപ്പോഴും അവിടെ തന്നെയാണ് ഉള്ളൂ. ബാക്കിയുള്ള സമയത്ത് ഇവിടെ എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ നടക്കുക ചെയ്യുക. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതോ സീരിയൽ ഷൂട്ടിങ്ങിൻ്റെ ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ഇതേപോലെ ഒരു 5-6 ദിവസത്തേക്ക് ആരെങ്കിലും താമസിക്കും. ആ സമയത്ത് മാത്രമേ ഇവിടെ ആളുണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഈ ഓഫീസിലുള്ള ആൾക്കാർ 3-4 പേരേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സോനയും നിത്യയും. സോന എൻ്റെ കൂടെ 8ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയ ആളാണ്. നിത്യേച്ചീനെ ഞാൻ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടത്. പിന്നെ ഇവിടുത്തെ കെയർടേക്കർ സന്തോഷേട്ടന്. അപ്പോൾ അവർ രണ്ടുപേരും ഇനി ഉറക്കം എണീറ്റിട്ടില്ല. ഞാൻ പോയി എണീപ്പിച്ച് വിടണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇങ്ങനെ ലീവുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്. എണീക്കാൻ നല്ല നേരം. സാധാരണ ഞാൻ മാത്രം എണീക്കാൻ നേരമാവുള്ളൂ. ഇവരൊക്കെ കുറച്ചും കൂടി ഞാൻ സന്തോഷേട്ടനെ കാണിച്ചു തരാം. സന്തോഷ് അവർ ഉറക്കം എണീക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. സന്തോഷേട്ടൻ ആസാമിലുള്ളതാ. ഹായ് സന്തോഷ്. ആൾ ആസാമിലത്തെ ആളാണെങ്കിൽ ആൾക്ക് മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ശരിക്കും നമ്മൾ ഈ ഒരു ഇതര സംസ്ഥാന തൊഴിലാളികൾ എങ്ങനെയാണോ മലയാളം സംസാരിക്കുന്നത് അതേപോലെ തന്നെയാണ് സന്തോഷേട്ടൻ സംസാരിക്കുന്നത്. ഞാൻ എന്തായാലും സന്തോഷേട്ടൻ സംസാരിക്കുന്നത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഹോസ്റ്റൽ കണ്ടാൽ ഒരു ഹോസ്റ്റൽ ലുക്കല്ല, ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അടിപൊളി വൈബാട്ടോ ഇവിടെ. ഇതൊക്കെ റൂംസാണ് ഇവിടെ മേലെയുള്ളത്. ഇതൊരു AC ഹാളാണ്. ഇതൊരു AC ഹാള്. അതിൻ്റെ മുകളിൽ AC റൂംസാണ്. അവിടെ ആണ് സന്തോഷേട്ടനും നമ്മൾ സോനിയ അവരൊക്കെ ഇപ്പോൾ താമസിക്കുന്നത്. ഞാനുണ്ടായിരുന്നപ്പോൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഈ ക്യാൻറ്റീൻ്റെ മുകളിലുള്ള ആ മുറിയിലായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായത്. ഇതാണ് ക്യാൻറ്റീൻ കേട്ടോ. ഇതാണ് എൻട്രൻസ്. ഒരു വലിയ കുന്നിൻ്റെ മണ്ടയിലാണ് നമ്മുടെ ഹോസ്റ്റലുള്ളത്. ഇപ്പോൾ ഈ ഒരു ബാഗ് നിറച്ചും സാധനങ്ങളുണ്ട്. ഈ ഒരു ബാഗ് നിറച്ചും എനിക്ക് സാധനങ്ങളുണ്ട് കേട്ടോ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് രണ്ടിൻ്റെയും സിബൊക്കെ പൊട്ടി. പക്ഷേ ഞാനതിന് വേണ്ടിയിട്ടൊരു ട്രോളിയും കൊണ്ടാണ് പാലക്കാടിൽ നിന്ന് വന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ബാഗിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇതിലേക്ക് ആക്കി വയ്ക്കാം. ഞാൻ എന്തായാലും നാളെ രാത്രി ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. പക്ഷേ ഇപ്പോൾ തന്നെ അതാക്കി വെച്ചാൽ അത്രയും സമയം എനിക്ക് വെറുതെ ഇരിക്കാം. അവർ വരുന്നത് വരെ ഞാൻ എന്തായാലും വെറുതെ ഇരിക്കാം. അപ്പം അത് മാത്രം ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ. ഞാൻ ഈ ഒരു ബാഗിലത്തെ ഫുള്ള് സാധനങ്ങൾ മാറ്റി. ഇനി ഈ ഒരു ബാഗും കൂടിയേ ഉള്ളൂ. അപ്പോൾ അത് മാറ്റിയിട്ട് ബാക്കി കാണിച്ചു തരാം. പക്ഷേ എൻ്റെ കുറേ സാധനങ്ങൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കളഞ്ഞെന്നാണ് തോന്നുന്നത്. അതിലായിരുന്നു എൻ്റെ പല്ലിലത്തെ കമ്പി, കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾ. അതൊക്കെ എവിടെയാണോ എന്തോ നോക്കാം.
രണ്ടുപേരും ഉറക്കണീറ്റ് കോലം എടുക്കണ്ടെന്ന് പറഞ്ഞു. മേക്കപ്പ് ചെയ്തിട്ട് വ്ളോഗിൽ വരാമെന്നാണ് പറഞ്ഞത്. ഞാൻ ഗസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് അവർ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, നെറ്റീച്ചയും സോനയും. വേഗം ഉണ്ടാക്കുക പിള്ളേരെ ഫുഡൊക്കെ. സോനയെ കുറിച്ച് നമ്മളോട് പൊക്കി പറയാൻ പറഞ്ഞിട്ടുണ്ട്. സോന വളരെ നല്ലൊരു സോനയാണ്. അല്ല, സീരിയസ് ആയിട്ട് പറയാം. സോന എൻ്റെ ഇവിടെ 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന കുട്ടിയാണ്. 8ാം ക്ലാസ് തൊട്ടിട്ട് ഞങ്ങൾ ഇവിടെ ജോലിക്ക് കയറുന്ന 6 മാസം വരെയും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. നിത്യേച്ചി കോട്ടയത്തുകാരിയാണ്. കോട്ടയം അച്ചായത്തിയാണ് നിത്യേച്ചി. അച്ചായത്തില്ല, അച്ചായത്തി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ആണോ? ആണോ? ഓക്കെ. പക്ഷെ കോട്ടയത്താണ് നിത്യേച്ചിയുടെ വീട്. ഇതാണ് ഞങ്ങളുടെ CCയുടെ അടുക്കള കേട്ടോ. ഇന്ന് കുറച്ച് ഇവരെ വൃത്തിയാക്കി വെച്ചിട്ടില്ല, ഇല്ലെങ്കിൽ നല്ല വൃത്തിയായിരിക്കും. കോമളാൻ്റെ ഒക്കെ നാളെ വരും. ഗൈസ്, എനിക്ക് ചായ ആക്കി തന്നിട്ടുണ്ട്. ഇനി നീ ആലോചിക്കണം സോനെ, എന്നെ എന്ത് പറയുമ്പോഴാലേ. എന്നെ പേടിച്ചു വന്നതുകൊണ്ട് സാറ് ലോട്ടി ചോക്കോയും ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചിട്ടാണ്. ഇത് സോനയുടെ എൻ്റെ വീട്ടിട്ടെടുത്തത്. ഓക്കെ. പിന്നെ ചിക്കനുണ്ട്, ചിക്കനൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരിന്ന് എനിക്ക് വേണ്ടി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരും. എന്തുണ്ടാക്കി തരും? ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരും. ഓക്കെ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പുട്ടും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞാൻ പോകുമ്പോൾ ഇത് മീൻസ് ഞങ്ങൾ വരുമ്പോൾ ഇത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിലിപ്പോൾ മാവിൽ മാങ്ങ പൂവിട്ടിട്ടുണ്ട്. അതാണ് കാണിച്ചു തരുന്നത്. അയ്യോ, നമ്മൾ പഴയ റൂമിൽ കയറാൻ പറ്റുമോ? അവിടെ പാരാ താമസിക്കണേ? ഓക്കെ. ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. കുളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി. ചൂടത്ത് മുടിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇന്ന് അവർക്ക് ലീവല്ലേ, നാളെ ഓഫീസിലൊക്കെ പോകാൻ പറ്റുള്ളൂ. അവരോടൊക്കെ ഒരു യാത്ര പോലും പറയാതെയാണ് ഞാൻ അന്ന് ജോലി കിട്ടിയ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഏകദേശം 2 മണി കഴിഞ്ഞു, 2:15 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിന് മുന്നേ, അതായത് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ആദ്യം താമസിച്ച മുറി കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അവിടെ വേറെ താമസക്കാരുണ്ടെങ്കിൽ നമുക്ക് തുറക്കാൻ പറ്റില്ല. മുറിയുടെ ഫ്രണ്ടെങ്കിലും കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ മേലെ കൂടെ കയറിയിട്ടായിരുന്നു കേട്ടോ റൂം. ഇവിടെ 2 മുറിയുണ്ട്. ഇതിലത്തെ ഈ മുറിയായിരുന്നു എൻ്റെ മുറി, 10ാം നമ്പർ മുറി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ സന്തോഷമായിട്ട് താമസിക്കണേന്ന്. നോക്കാം, അവരോട് ചോദിച്ചിട്ട് നോക്കാം, അകത്ത് കയറാം. ഇവിടെ ഒരു ഹാളുണ്ട്. ഈ ഹാളിൽ ഇവിടെ അവിടെ ഫോണ് ചാരി വെച്ചിട്ടായിരുന്നു ഞാൻ പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നത്. ഇതായിരുന്നു ഹാള്. ഇതൊരു ഹാളാണ് കേട്ടോ. ഈ ഹാളിൽ ഞാൻ എൻ്റെ ഫോണ് ഇതിൽ ചാരി വയ്ക്കും. ഇതിൽ ചാരി വെച്ച് ഒരു ചെയറെടുത്ത് ഇവിടെ ഇരുന്നിട്ട് ഫോണോടെ വെച്ചിട്ട് പാടും. ഇവിടെ വന്നിട്ട് ഇപ്പം എനിക്കിവിടെ നിൽക്കുമ്പോൾ ഞാൻ കുറേ കാലമായി ഇവിടെ ഇല്ലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഇന്ന് വന്നതേ ഉള്ളൂ എന്നുള്ള ഫീലില്ല. ഞാൻ കുറേ കാലമായിട്ട് ഇവിടെ തന്നെ ആയിരുന്നു. അതായത് ഞാൻ പാലക്കാടായിരുന്നു, അങ്ങനെ ഒരു ഫീലൊന്നും ഇല്ല കേട്ടോ. ഞാനിവിടുത്തെ ഒരാൾ തന്നെയാണ് ഇപ്പോഴും എന്നുള്ളൊരു മൈൻഡ്, അല്ലെങ്കിൽ ഒരു ഓർമ്മകളായി വറക്കാന്നൊക്കെ പറയില്ല, ആ ഒരു മൊമെൻ്റാണ്. നല്ല രസമുണ്ട്. ഞാനല്ല വെച്ചത്, എനിക്ക് വേണ്ടിയിട്ട് നിത്യേച്ചിയാണ് ഉണ്ടാക്കിയത്. കോട്ടയം സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ പെരട്ട്. ഓക്കെ. നിത്യേച്ചി നല്ലൊരു കുക്കാണ്, ബെസ്റ്റ് കുക്കാണ്. എന്താണ് സത്യമല്ലേ പറഞ്ഞത്? നിത്യേച്ചി കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാമറയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഞാൻ അങ്ങനെ ചെയ്യോ നിത്യേച്ചി? ഒരു പീസ് നമ്മൾ എടുത്തിട്ടിട്ട് എല്ലാം സൂപ്പർ. ആ ചുട്ട് ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. അവരൊക്കെ എനിക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ക്ഷീണിച്ചിട്ട് അവർ റൂമിൽ പോയിരിക്കുക, കുളിക്കാനൊക്കെ പോയിരിക്കുക. ഏകദേശം 5 മണിയൊക്കെ ആയി. ഞാനിപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്. ഇപ്പോൾ അലക്കാനിടാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പാക്ക് ചെയ്ത് എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളും കൂടി മിസ്സിങ്. അതൊക്കെ ഒന്ന് തപ്പിയെടുത്ത് അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം. നാളെ ഓഫീസിൽ പോയി തിരിച്ചങ്ങനെ ട്രെയിൻ കയറാനുള്ള സമയം ഉണ്ടാവുള്ളൂ. എന്തോ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴും ഒരു മൈൻഡ് ഓക്കെ അല്ലാത്ത പോലെ, ഒന്നൊരു എൻജോയ് ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു ഫീല്. വന്നിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു നെഗറ്റീവ് ഫീൽ ഇവിടെ വന്നതിന് ശേഷം തൊട്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് വന്നത്. കുഴപ്പമില്ല, ഒരു സന്തോഷം. ഇനിയിപ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്കൊന്നും വരുമെന്ന് തോന്നണില്ല. ഇനി എപ്പോഴാണ് ഞാൻ വരാൻ? എങ്ങോട്ടും അവിടെ നല്ല ചൂട്. ഇതാണ് കേട്ടോ കയറി വരുന്ന കുന്ന്. ഇത്രയും കുന്ന് കയറിയിട്ടാണ് നമുക്ക് ഹോസ്റ്റലിലോട്ട് വരാൻ. കണിക്കൊന്ന് പൂത്ത് നിൽക്കുന്നുണ്ട്. സാധനം കുളിയൊക്കെ കഴിഞ്ഞു. എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ എവിടെയോ ഗോഡൗണിൽ വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പോണ സമയത്ത് റൂം ഇവിടെയായിരുന്നു അല്ലേ? ഇവിടെയായിരുന്നു റൂം. പക്ഷെ അതൊക്കെ ഞാൻ ഏതോ കുപ്പേൻ്റെ കൂടെയൊക്കെ എൻ്റെ സാധനം ഇട്ടിരിക്കണം. ഇനി അതൊക്കെ അവിടെ പോയി തപ്പണം. ഇതിൻ്റെ ഉള്ളിൽ കയറി എങ്ങനെയൊക്കെ തപ്പാനാണോ എന്തോ, പാമ്പ് കൊഴുതാറ് കാണോ എന്തോ. കാണാൻ പോരാ, കാണാൻ എനിക്ക് കൊള്ളാം. എന്ത് കേക്കാ? അവിടെ നിന്നാണോ കട്ട് ചെയ്യാ വണ്ടി? Happy birthday, Sona. Happy birthday to you. Let's go do it. Cake kali jalan. നമ്മ മറ്റുള്ളൂ എങ്ങനെ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യേ ഈ ലാസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്, ഈ 3 പേര് ലാസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് കേട്ടാ. നോ ഫ്രണ്ട്സ്, നോ ടെൻഷൻ കേട്ടാ. ടെൻഷൻ ഉണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം കേട്ടാ. മുറ പോകാൻ പറ്റില്ല. ഇപ്പൊ നിത്യ, സോന, കൃഷ്ണപ്രിയ നമുക്ക് മുറ പോകാൻ പറ്റില്ല കേട്ടാ. എന്നെ പറയില്ല, നല്ല ഹാൾ കൊടുത്തിട്ട് നിന്ന് കേട്ടാ. നീ ചെല്ലി, നീ വിളിച്ചിട്ട് വിളിക്കണം കേട്ടാ. അടുത്ത നീ അസമിൽ പോകും. നിങ്ങളുടെ വരില്ല, കേരളത്തിൻ്റെ വരില്ല. എന്തായാലും മതിയെ പോവാം. പിന്നെ നീ വരില്ല. പിന്നെ വിളിക്കണം കേട്ടാ. എല്ലാവരും വിളിക്കണം. ആ എല്ലാവരും വിളിക്കണം. ഇത് സന്തോഷം കേട്ടാ. എന്നിട്ട് സന്തോഷേട്ടന്റെ മോന്റെ എല്ലായിടത്തും ഞങ്ങൾ എല്ലാരും കൂടി ആസാമിലോട്ട് വരാം. എനിക്ക് ഈ വീഡിയോന്റെ കൺക്ലൂഷൻ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത്. ഞാൻ രാവിലെ ഇന്നത്തെ ഓഫീസിൻ്റെ വ്ളോഗ് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഞാൻ അതിൻ്റെ കൺക്ലൂഷൻ എടുത്തില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞത്. അപ്പം അടുത്ത വീഡിയോ എല്ലാവരും കാണാം. ഞാൻ ഓഫീസിലേക്ക് എൻ്റെ ലാസ്റ്റ് ഇനി ഞാൻ തിരുവനന്തപുരം വരുന്നുണ്ടാവില്ല. അപ്പം എൻ്റെ ഓഫീസ് വിശേഷങ്ങളൊക്കെ അറിയാൻ അടുത്ത വ്ളോഗിലിടാം. അടുത്ത വ്ളോഗിൽ ഞാൻ എൻ്റെ ഓഫീസിലെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.